വപുഷേ നവകിങ്കിണീക ജാലാഭിരാമ ജഘനായ ദിഗംബരായ ശാർദൂല ദിവ്യനഖഭൂഷണ ഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹം അസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഉന്മാലില്ലാഞ്ഞൊരു നാൾ
ഒരു പിടിയവലും കൊണ്ടു ചെന്നാൻ കുചേലൻ സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാൾ ആദരാൽ ചോറു നൽകി സമ്മോദം പൂണ്ടിരുന്ന മുരഹരൻ അവലും തിന്നു പോരും ദശായാം ബ്രഹ്മാനന്ദം കുചേലൻ അനവധി ധനവും നൽകിനാൻ നന്ദസൂനു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരിയം ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 234 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 11-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണ്. ശ്ലോകങ്ങൾ 31, 32, 33, 34, 35, 36, 37, 38, 39 എന്നീ 9 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പഠിക്കാം. പത്ന്യപതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാതമനോ മഹോത്സവാഃ ഉത്ഥസ്തുരാരാത് സഹസാസനാശയാൽ സാഗം വ്രതൈർവ്രീഡിതലോചനാനനാഃ തമാത്മജൈർദൃഷ്ടിഭിരന്തരാത്മനാ ദുരന്തഭാവാ പരിരേഭിരേ പതിം നിരുദ്ധമപ്യാസ്രവദംബുനേത്രയോഃ വിലജ്ജതീനാം ഭൃഗുവര്യവൈക്ലവാൽ യദ്യപ്യസൗ പാർശ്വഗതോ രഹോഗത തഥാപി തസ്യാഘ്രിയുഗം നവം നവം പദേ പദേ കാവിരമേത തൽപദാൽചലാപി യൽ ശ്രീർന ജഹാദി കരിഹിചിൽ ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭിഃ പരിവൃത്തതേജസാം വിധായ വൈരം ശ്വസനോ യഥാനലം മിഥോ വധേനോ പരതോ നിരായുധ സയേഷ നരലോകേസ്മിൻ അവതീർണസ്വമായയാ രേമേ സ്ത്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ ഉദ്ദാമഭാവപിശുനാമലവൽഗുഹാസവ്രീഡാവലോക നിഹതോ മദനോപി യാസാം സമ്മുഖ്യ ചാപമജഹൽ പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമഥിതും കുഹകൈർനശേകു യസ്യേന്ദ്രിയം വിമഥിതും കുഹകൈർനശേകു തമയം മന്യതേ ലോകോ ഹ്യസംഗമപി സംഗിനം ആത്മൗപമ്യേന മനുജം വ്യാപൃണ്വാനം യതോ ബുധഃ
ഏതദീശനമീശസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണൈഃ ന യുജ്യതേ സദാത്മസ്ഥൈര്യഥാ ബുദ്ധി തദാശ്രയാ തം മേ നിരേബലാമൂഢോ സ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തു ഈശ്വരം മതയോ യഥാ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം തത്സലിതി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണദ്വാരകാപ്രവേശോ നാമൈകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പത്ന്യപതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാതമനോമഹോത്സവാഃ ഉത്ഥസ്തുരാരാത് സഹസാസനാശയാൽ സാഗം വ്രതൈർവ്രീഡിതലോചനാനനാഃ തമാത്മജൈർദൃഷ്ടിഭിരന്തരാത്മനാ ദുരന്തഭാവാ പരിരേഭിരേപതിം നിരുദ്ധമപ്യാസ്രവദംബുനേത്രയോഃ വിലജ്ജതീനാം ഭൃഗുവര്യവൈക്ലവാൽ. യദ്യപ്യസൗ പാർശ്വഗതോ രഹോഗത തഥാപി തസ്യാഘ്രിയുഗം നവം നവം പദേ പദേ കാവിരമേത തൽപദാൽചലാപി യൽ ശ്രീർന ജഹാദി കരിഹിചിൽ. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭിഃ പരിവൃത്തതേജസാം വിധായ വൈരം ശ്വസനോ യഥാനലം മിഥോ വധേനോ പരതോ നിരായുധ. സയേഷ നരലോകേസ്മിൻ അവതീർണസ്വമായയാ രേമേ സ്ത്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. ഉദ്ദാമഭാവപിശുനാമലവൽഗുഹാസവ്രീഡാവലോക നിഹതോ മദനോപി യാസാം സമ്മുഖ്യ ചാപമജഹൽ പ്രമദോത്തമാസ്ത. യസ്യേന്ദ്രിയം വിമഥിതും കുഹകൈർനശേകു. യസ്യേന്ദ്രിയം വിമഥിതും കുഹകൈർനശേകു. തമയം മന്യതേ ലോകോ ഹ്യസംഗമപി സംഗിനം ആത്മൗപമ്യേന മനുജം വ്യാപൃണ്വാനം യതോ ബുധഃ. ഏതദീശനമീശസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണൈഃ ന യുജ്യതേ സദാത്മസ്ഥൈര്യഥാ ബുദ്ധി തദാശ്രയാ. തം മേ നിരേബലാമൂഢോ സ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തു ഈശ്വരം മതയോ യഥാ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം തത്സലിതി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണദ്വാരകാപ്രവേശോ നാമൈകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം നമസ്കാരം. ഈ 9 ശ്ലോകങ്ങളുടെ പദങ്ങളും അന്വയാർത്ഥവും നമുക്ക് പഠിക്കാം. ശ്ലോകം 31. പത്ന്യപതിം പ്രോഷ്യ ഗൃഹാനുപാഗതം വിലോക്യ സംജാതമനോമഹോത്സവാഃ ഉത്ഥസ്ഥുരാരാത് സഹസാശനാശയാൽ സാഗം വ്രതൈർവ്രീഡിതലോചനാനനാഃ. പത്നികൾ പ്രോഷ്യ ദൂരദേശത്തിൽ വസിച്ചിട്ട് ഗൃഹാൻ ഭവനങ്ങളെ ഉപാഗതം പ്രാപിച്ചിരിക്കുന്ന പതിം ഭർത്താവിനെ ആരാൽ ദൂരത്തിൽ വിലോക്യ കണ്ടിട്ട് സംജാത മനോമഹോത്സവാഃ മനസ്സിൽ സംജാതമായ മഹോത്സവത്തോടുകൂടിയവരും വ്രീഡിതലോചനാനനാഃ ലജ്ജയോടുകൂടിയ കണ്ണുകളോടും മുഖങ്ങളോടും കൂടിയവരുമായിട്ട് വ്രതൈഹി സാഗം വ്രതങ്ങളോടുകൂടെ ആസനാശയാൽ ആസനങ്ങളിൽ നിന്നും അന്തഃകരണത്തിൽ നിന്നും സഹസാ പെട്ടെന്ന് ഉത്തസ്ഥു ഉത്ഥാനം ചെയ്തു. ഭാര്യമാർ അന്യദേശങ്ങളിൽ സഞ്ചാരം ചെയ്ത് മടങ്ങി സ്വരാജധാനിക്ക് സമീപം വന്നു ചേരുന്ന ഭർത്താവിനെ ദൂരത്തിൽ കണ്ടപ്പോൾ ഉടനെ തന്നെ മനസ്സിലധികരിച്ച ഉത്സവത്തോടും നേത്രങ്ങളിലും മുഖങ്ങളിലും സ്പഷ്ടമായി പ്രകാശിച്ച ലജ്ജയോടുകൂടി തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും അവരവരുടെ അന്തഃകരണങ്ങളിൽ നിന്നും വ്രതങ്ങളോടുകൂടെ പെട്ടെന്ന് എഴുന്നേറ്റു. ശ്രീകൃഷ്ണനെ നേരെ നോക്കാതെ കടക്കണ്ണുകൾ കൊണ്ടു നോക്കി, മുഖങ്ങളെ നേരെ ഉയർത്താതെ കീഴ്പോട്ട് നോക്കി നിൽക്കുകയും ചെയ്തു എന്ന് കാണിപ്പാനാണ് ലജ്ജ കണ്ണുകളിലും മുഖങ്ങളിലും പ്രകാശിച്ചുവെന്ന് പറഞ്ഞത്. ശ്രീകൃഷ്ണനോട് ചേരുന്നതിന് അന്തഃകരണം കൂടെ മറവാണെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നും അവർ എഴുന്നേറ്റു എന്ന് പറഞ്ഞതിനാൽ ഉപാധിരഹിതമായ ആത്മാവിനെ ശ്രീകൃഷ്ണനോട് യോജിപ്പിച്ച് നിർത്തി എന്ന് സാരം. അന്തഃകരണത്തിൻ്റെ മറവുകളുടെ അല്ലെങ്കിൽ അന്തഃകരണത്തിൻ്റെ മറവ് കൂടെ അവർക്ക് അസഹ്യമായിരിക്കുന്നുവെന്ന് സാരം. അവരെ കണ്ടാൽ ഭർത്താവ് ഗൃഹങ്ങളിൽ ഇല്ലാതിരുന്നപ്പോൾ വ്രതം അനുഷ്ഠിച്ചു തന്നെയാണ് ഇരുന്നത് എന്ന് ധരിക്കുവാൻ തക്ക ലക്ഷണങ്ങളെല്ലാം അവരിൽ പ്രകാശിച്ചിരിക്കുന്നുവെന്ന് കാണിപ്പാൻ വ്രതങ്ങളോടുകൂടെ എഴുന്നേറ്റുവെന്ന് പറഞ്ഞു. ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന സ്ത്രീകൾ അനുസരിക്കേണ്ട വ്രതങ്ങളെക്കുറിച്ച് യാജ്ഞവൽക്യൻ പറഞ്ഞത് പ്രകാരമാണ് ഇവിടെയും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കളി, ശരീരത്തെ സംസ്കരിച്ച് ആഭരണാദികളെ ധരിച്ച് സഭയിൽ പ്രവേശിക്കല്, ഉത്സവങ്ങളെ ദർശിക്കൽ, ഹാസ്യം, അന്യരുടെ ഗൃഹങ്ങളിലേക്കുള്ള പ്രവേശം ഇവയെല്ലാം വർജിക്കണം. ക്രീഡാം, ശരീര സംസ്കാരം, സമാജോത്സവ ദർശനം, ഹാസ്യം തുടങ്ങിയിട്ടുള്ള പ്രമാണം. ഇനി അടുത്തതായിട്ട് ശ്ലോകം 32. തമാത്മജൈർദൃഷ്ടിഭി അന്തരാത്മനാ ദുരന്തഭാവാ പരിരേഭിരേപതിം നിരുദ്ധ്യമപ്യാസ്രവദംബുനേത്രയോഃ വിലജ്ജതീനാം ഭൃഗുവര്യ വൈക്ലവാൽ. ദുരന്തഭാവാഃ ദുരന്തമായ ഗംഭീരമായ അഭിപ്രായത്തോടുകൂടിയ ആ സ്ത്രീകൾ തം പതിം ആ ഭർത്താവിനെ അന്തരാത്മനാ ഹൃദയം കൊണ്ടും ദൃഷ്ടിഭി കണ്ണുകൾ കൊണ്ടും ആത്മജൈഹി പുത്രന്മാരെ കൊണ്ടും പരിരേവിരേ ആലിംഗനം ചെയ്തു. ഭൃഗുവര്യ ഭൃഗുശ്രേഷ്ഠ വൈക്ലവാൽ പാരവശ്യം ഹേതുവായിട്ട് വിലജ്ജതീനാം
ലജ്ജയോടുകൂടി അവരുടെ നേത്രയോഹ കണ്ണുകളിൽ നിരുദ്ധം അപി തടഞ്ഞു നിർത്തിയെങ്കിലും അംബൂജലം ആശ്രവൽ അല്പമൊഴുകി. ഹേ ശൗനകമുനെ, ഗംഭീരമായ അഭിപ്രായത്തോടുകൂടിയ ആ 16,108 ഭാര്യമാരും ശ്രീകൃഷ്ണനെ കാണാതിരുന്ന സമയം അവരുടെ മനസ്സുകൊണ്ടും ദൂരത്തെത്തിയപ്പോൾ കണ്ണുകൾ കൊണ്ടും സമീപത്തു വന്നപ്പോൾ മക്കളെ മടിയിലിരുത്തി ദൃഢമാലിംഗനം ചെയ്യുന്ന അഭിനയത്താലും ഭർത്താവായ ആ ഭഗവാനെ ആലിംഗനം ചെയ്തു. പിരിഞ്ഞിരിക്കുന്ന കാലത്തെ അവസ്ഥയോർത്തുണ്ടായ പാരവശ്യത്താൽ കണ്ണുകളിൽ നിറഞ്ഞ വെള്ളത്തെ പുറമേ വീഴ്ത്താതിരിപ്പാൻ ശ്രമിച്ചുവെങ്കിലും കുറേശ്ശെയായിട്ട് വെളിയിലേക്കൊഴുകി. ഇത്ര ധൈര്യമില്ലാത്ത തങ്ങളെ ബാധിച്ചുവല്ലോ, ഇത്ര ധൈര്യമില്ലായ്മ തങ്ങളെ ബാധിച്ചുവല്ലോ എന്നോർത്ത് അവർ ലജ്ജിക്കുകയും ചെയ്തു. എല്ലാ പത്നിമാരും ഒരുപോലെ ഭക്തകളായിരുന്നത് കൊണ്ട് ഏകകാലത്തിൽ അവരെ ഒരുപോലെ അനുഗ്രഹിപ്പാനായി യോഗേശ്വരനായ ഭഗവാൻ 16,108 രൂപത്തെ എടുത്ത് അവരുടെ ഗൃഹങ്ങളിൽ പ്രവേശിച്ചുവെന്ന് സാരം. ശ്ലോകം 30. യദ്യപ്യസൗ പാർശ്വഗതോരഹോഗത തഥാപി തസ്യാഘ്രിയുഗം നവം നവം പദേ പദേ കാവിരമേത തൽപദാൽച്ഛലാവിയൽ ശ്രീർന്ന ജഹാദികൽഹിജിൽ. അസൗ ഇവൻ പാർശ്വഗത സമീപത്തുള്ളവനും രഹോഗത ഏകാന്തത്തിലിരിക്കുന്നവനും ആകുന്നു. യദ്യപി തഥാപി എങ്കിലും തസ്യ അവന്റെ അഘ്രിയുഗം 2 പാദം പദേ പദേ ലക്ഷണം തോറും പദേ പദേ ക്ഷണം തോറും നവം നവം പുതുതായി പുതുതായിരിക്കും. ചലാ അപി ചഞ്ചലയാണെങ്കിലും ശ്രീലക്ഷ്മി യൽ യാതൊന്നിനെ കരിഹിജിൽ ഒരിക്കലും ന ജഹാദി ഉപേക്ഷിക്കുന്നില്ല. യൽപദാൽ ആ പാദത്തിൽ നിന്ന് കാ ഏതൊരുത്തി വിരമേത വിരമിക്കും. ഇവിടെ സംസ്കൃതത്തിലെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ചില പദങ്ങൾ കൂടിയുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിലായിട്ട് ഭാഗവതം പഠിക്കാൻ തുടങ്ങിയാൽ നമുക്കിവിടെയും എത്താത്തത് കൊണ്ടാണ് അന്വയം ഒക്കെ ചുരുക്കി പറയുന്നത്. കരിഹിച്ചിൽ എന്നാണത് വായിക്കേണ്ടത്. കരിഹിച്ചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നർത്ഥം. അർത്ഥം മറക്കരുത്. കരിഹിച്ചിത്ത് ഒരിക്കലും. പിന്നെ കാ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഏതൊരുത്തി യാതൊരുവൾ എന്നൊക്കെയാണ് അർത്ഥം. കാ ഏതൊരുത്തി യാതൊരുവൾ. അർത്ഥം പദാർത്ഥം ഒക്കെ നമുക്ക് ഒന്ന് ചുരുക്കി മനസ്സിലാക്കാം. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭാര്യമാരുടെ സമീപത്തിലിരുന്നാലും രഹസ്യ സ്ഥാനത്തിൽ ഒരുമിച്ചിരുന്നാലും അവർക്ക് ഭഗവാന്റെ പാദകമലം ഓരോ ക്ഷണത്തിലും പുതുതായി തോന്നും. അപ്രകാരമിരിക്കുന്ന ആ പാദത്തെ ഓർക്കാതിരിപ്പാനും പിരിഞ്ഞിരിപ്പാനും ആർക്കു സാധിക്കും? ലക്ഷ്മീദേവി ചഞ്ചല സ്വഭാവമുള്ളവളാണെങ്കിലും ഈ ഭഗവാന്റെ പാദകമലത്തെ ഒരിക്കലും വിട്ടുപോകുന്നില്ലല്ലോ. ശ്ലോകം 34. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭിഃ പരിവൃത്ത തേജസമാം വിധായ വൈരം ശ്വസനോ യഥാനലം മിഥോ വധേനോ വരദോ നിരായുധ. ഏവം ഇപ്രകാരം അക്ഷൗഹിണീഭി സൈന്യങ്ങളാൽ പരിവൃത്ത തേജസാം വ്യാപിച്ച തേജസ്സോടുകൂടിയവരും ക്ഷിതിഭാരജന്മനാം ഭൂമിഭാരത്തിനായിക്കൊണ്ട്
ജനിച്ചവരുമായ നൃപാണാം രാജാക്കന്മാർക്ക് ശ്വസന വായു അനലം യഥാ തീനെ എന്ന പോലെ വൈരം വിരോധത്തെ വിധായ ഉണ്ടാക്കിയിട്ട് നിരായുധ ആയുധം ധരിക്കാത്തവനായിട്ട് മിഥോവധേന അന്യോന്യവധം കൊണ്ട് ഉപരമിച്ചു. ഇതുവരെ പറഞ്ഞതായ ശ്രീകൃഷ്ണ ചരിതത്തെ ചുരുക്കി പറയുന്നു. ഇപ്രകാരം ഭൂമിക്ക് ഭാരമായി ഭവിക്കാൻ ജന്മത്തെ എടുത്തവരും അനേകങ്ങളായ സൈന്യങ്ങളോടുകൂടിയ ഭൂമിയിൽ വ്യാപിപ്പിച്ച് പരാക്രമത്തോടുകൂടിയവരുമായ രാജാക്കന്മാർക്ക് തമ്മിൽ വൈരത്തെ ജനിപ്പിച്ച് കാറ്റ് മുളകളെ തമ്മിൽ മുട്ടിച്ച് അതിൽ നിന്നുണ്ടാകുന്ന തീയിനാൽ ആ മുളകളെ എല്ലാം ദഹിപ്പിച്ച ശേഷം അടങ്ങുന്ന വിധത്തിൽ ഭഗവാനും ആയുധം ധരിക്കാതെ തന്നെ അവരെ തമ്മിൽ തല്ലിച്ചു നശിപ്പിച്ചതിൻ്റെ ശേഷം അടങ്ങി ഇരുന്നു. ശ്ലോകം 35. സയേഷ നരലോകേസ്മിൻ അവതീർണ സ്വമായയാ രേമേ ശ്ലോകം 35. സയേഷ നരലോകേസ്മിൻ അവതീർണ സ്വമായയാ രേമേ സ്ത്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ സഹ ഏഷ ആ ഇവൻ സ്വമായയാ തൻ്റെ മായ കൊണ്ട് അസ്മിൻ നരലോകേ ഈ മനുഷ്യലോകത്തിൽ അവതരിച്ചവനായി സ്ത്രീരത്നകൂടസ്ഥ സ്ത്രീരത്നങ്ങളുടെ സമൂഹത്തിൽ ഇരിക്കുന്നവനായിട്ട് ഭഗവാൻ ഐശ്വര്യപൂർണനാണെങ്കിലും പ്രാകൃത യഥാ പ്രാകൃതനെന്ന പോലെ രേമേ രമിച്ചു. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഇച്ഛാശക്തിയാൽ ലോകഭാരം തീർക്കേണ്ടതിന് ഈ ലോകത്തിൽ മനുഷ്യ ശരീരത്തെ ധരിച്ചവതരിപ്പിച്ച പരമാനന്ദമൂർത്തിയാണെങ്കിലും അനേകം സ്ത്രീകളോട് ഒരുമിച്ചിരുന്ന് പ്രാകൃത പുരുഷൻ എന്ന പോലെ രമിച്ചു. ശ്ലോകം 36. ഉദ്ദാമഭാവപിശുനാമലവൽഗുഹാസവ്രീഡാവലോക നിഹതോ മദനോപിയാസാം സമ്മുഖ്യ ചാപമജഹൽ പ്രമദോത്തമാസ്ത യസ്യേന്ദ്രിയം വിമഥിതും കുഹകൈർനശേകു. യാസാം യാതൊരുത്തികളുടെ ഉദ്ദാമഭാവപിശുനാമലവൽഗുഹാസവ്രീഡാവലോക നിഹത ഗംഭീരമായ അഭിപ്രായത്തെ സൂചിപ്പിക്കുന്നതും നിർമ്മലവും മനോഹരവുമായ മന്ദഹാസം, ലജ്ജയോടുകൂടിയ നോട്ടം ഇവയാൽ ജയിക്കപ്പെട്ട മദനഹ മന്മഥനും സമോഹിച്ചിട്ട് ചാപം വില്ലിനെ അജഹാൽ ഉപേക്ഷിച്ചു. താ പ്രമദോത്തമ ആ സ്ത്രീരത്നങ്ങൾ കുഹകൈ പുരുഷന്മാരെ വഞ്ചിപ്പാനുള്ള വിലാസങ്ങൾ കൊണ്ട് യസ്യ യാതൊരുത്തൻ്റെ ഇന്ദ്രിയത്തെ മനസ്സിനെ വിമഥിതും ക്ഷോഭിപ്പിക്കുവാനായിക്കൊണ്ട് നശേകു ശക്തകളായില്ല. അനേകം സ്ത്രീകളോടുകൂടെ രമിച്ചുവെന്ന് പൂർവശ്ലോകത്തിൽ വിവരിച്ചു. അതുകൊണ്ട് പ്രാകൃത പുരുഷൻ എന്ന് ധരിക്കരുത്. ഭഗവാന്റെ മനുഷ്യനാട്യം മാത്രമാണത്. മഹിമയ്ക്ക് യാതൊരു കുറവുമില്ല. ആത്മാരാമനായി തന്നെ ഇരിക്കുന്നുവെന്ന് 2 ശ്ലോകത്തിൽ പറയുന്നു. യാതൊരു സ്ത്രീകളുടെ ഗംഭീരമായ ഓരോ ആശയങ്ങളെ സൂചിപ്പിക്കുന്ന നിർമ്മലവും മനോഹരവുമായ പുഞ്ചിരി, ലജ്ജാസഹിതമായ നോട്ടം എന്നിവയാൽ ജയിക്കപ്പെട്ട മന്മഥൻ കൂടെ ഇവരുള്ളപ്പോൾ എൻ്റെ വില്ലുകൊണ്ട് ആവശ്യമൊന്നുമില്ലെന്ന് കരുതി കരിമ്പു വില്ലിനെ ഉപേക്ഷിച്ചു. ആ ഉത്തമ സ്ത്രീകൾക്ക് സാധാരണ പുരുഷന്മാരെ വശീകരിക്കുന്ന അവരുടെ ശൃംഗാരാദി ചേഷ്ടകൾ കൊണ്ട് ശ്രീഭഗവാന്റെ മനസ്സിനെ ഇളക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സ്
സ്വരൂപാനന്ദത്തിൽ രമിച്ചതല്ലാതെ സ്ത്രീകളിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് സാരം. ശ്ലോകം 37. തമയം മന്യതേ ലോകോ ശസംഗമപി സംഗിനം ആത്മൗപമ്യേന മനുജം വ്യാവൃണ്വാനം യതോ ബുധ. അബുധ, അറിവില്ലാത്ത, അയം ലോക, ഈ ജനസമുദായം, അസംഗം അഭി, സംഘത്തോടു കൂടാത്തവനാണെങ്കിലും ആത്മൗപമ്യേന, സ്വസാദൃശ്യം കൊണ്ട്, സംഗിനം, സംഘത്തോടു കൂടിയവനും, മനുജം, മനുഷ്യനും, വ്യാപൃണ്വാനം, പ്രവർത്തിക്കുന്നവനുമാണെന്ന് തം, ശ്രീകൃഷ്ണനെ പറ്റി മന്യതേ, വിചാരിക്കുന്നു. 37-ാം ശ്ലോകത്തിൻ്റെ താല്പര്യം ശ്രദ്ധിക്കാം. മനക്ഷോഭമില്ലാതെയും ഒന്നോടും ചർച്ചയില്ലാതെയും ഇരിക്കുന്നവനാണ് ഭഗവാൻ എന്ന പരമാർത്ഥ ജ്ഞാനമില്ലാത്ത ഈ സാധാരണ ലോകം തങ്ങളെപ്പോലെ തന്നെ ഭഗവാനും സ്ത്രീകളോട് ചേർച്ചയുള്ളവനും അവരുടെ ഇഷ്ടത്തെ സാധിപ്പിക്കുവാൻ പാരിജാത ഹരണം മുതലായ കാര്യങ്ങളിൽ പ്രവർത്തിച്ചവനും അതിനാൽ മനുഷ്യമാത്രനുമാണെന്ന് വിചാരിക്കുന്നു. ഗൃഹസ്ഥാശ്രമധർമ്മവും ശരിക്കുപയോഗപ്പെടുത്തുന്ന പക്ഷം മോക്ഷത്തെ തടയുന്നില്ലെന്ന് കാണിപ്പാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വിധത്തിൽ അഭിനയിച്ച് വന്നത് എന്ന് ധരിക്കണം. ശ്ലോകം 38. ഏതദീശനമീശസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണൈഃ നയുജ്യതേ സദാത്മസ്ഥൈഃ യഥാ ബുദ്ധി തദാശ്രയാ. പ്രകൃതിസ്ഥ അപി, പ്രകൃതിയിലിരിക്കുന്നവനാണെങ്കിലും, തദ്ഗുണൈഃ, പ്രകൃതി ഗുണങ്ങളാൽ, സദാത്മസ്ഥൈഃ, എപ്പോഴും ആത്മാവിലിരിക്കുന്ന ഗുണങ്ങളോട്, തദാശ്രയ, അതിനെ ആശ്രയിച്ചിരിക്കുന്ന, ബുദ്ധി യഥാ, ബുദ്ധി എന്ന പോലെ, നയുജ്യതേ, യോജിക്കപ്പെടുന്നില്ല. ഏതത്, ഇത്, ഈശസ്യ, ഈശ്വരന്റെ, ഈശനം ശക്തിയാകുന്നു. എന്തുകൊണ്ട് സംഖ്യയല്ല എന്ന് കാണിപ്പാൻ ഐശ്വര്യത്തിൻ്റെ ലക്ഷണം വിവരിക്കുന്നു. പ്രകൃതിയോട് ചേർന്നിരിക്കുന്നുവെങ്കിലും പ്രകൃതിയുടെ സത്വാദി ഗുണങ്ങളുടെ ശക്തിക്ക് അധീനനായി ഭവിക്കാത്തത് ഈശ്വരൻ്റെ ഐശ്വര്യ ലക്ഷണമാകുന്നു. ഏതുപോലെ എന്നാൽ ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു, എങ്കിലും ആത്മഗുണങ്ങളായ സത്ത, ആനന്ദം എന്നിവകളോട് സദാ യോജിച്ചിരിക്കുന്നില്ല. യോജിച്ചിരിക്കുന്ന പക്ഷം ഞാൻ ദുഃഖമുള്ളവൻ, മരണധർമ്മമുള്ളവൻ എന്നിങ്ങനെയുള്ള വിചാരം പ്രാകൃതന്മാർക്കുണ്ടാവാൻ അവകാശമില്ല. അതുപോലെ ഭഗവാൻ പ്രകൃതിസ്ഥൻ ആണെങ്കിലും പ്രകൃതി ഗുണങ്ങളോട് ചേരാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും സ്വഭാവമാകുന്നു. ഇതുതന്നെ ഈശ്വര തത്വം. അടുത്ത ശ്ലോകം 39. തമ്മേനിരേബലാമൂഢാസ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തു ഈശ്വരം മതയോ യഥാ. മൂഢാഹ, അറിവില്ലാത്തവരായ, അബലാഹ, സ്ത്രീകൾ, തം, അവനെ, സ്ത്രൈണം, സ്ത്രീകൾക്കധീനനും, രഹ, ഏകാന്തത്തിൽ, അനുവ്രതം, അനുസരിക്കുന്നവനും എന്ന്, ഭർത്തു, ഭർത്താവിൻ്റെ, അപ്രമാണവിധ, പ്രമാണത്തെ അറിയാത്തവരായിട്ട്, മേലിരെ വിചാരിച്ചു. മതയ, മതികൾ, അഹംവൃത്തികൾ, ഈശ്വരം യഥാ, ഈശ്വരനായ ക്ഷേത്രജ്ഞനെ എന്ന പോലെ. അഹങ്കാരവൃത്തികൾ ക്ഷേത്രജ്ഞനായ ആത്മാവിനെ സ്വാധീനനെന്ന് വിചാരിക്കുന്നത് പോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയെ അറിയാത്ത സ്ത്രീകൾ അവരുടെ മൂഢത്വം നിമിത്തം ഭഗവാൻ തങ്ങൾക്ക് അധീനനും രഹസ്യസ്ഥലത്തിൽ തങ്ങളെ അനുസരിച്ചിരിക്കുന്നവനുമാണെന്ന് വിചാരിച്ചു. ശാസ്ത്രം അറിയുന്നവരുടെ ബുദ്ധിവൃത്തികൾ ബഹുവിധമാണ്. ചിലർ ഈശ്വരനെ ലോകത്തിൻ്റെ ഉപാദാന കാരണമെന്നും മറ്റു ചിലർ നിമിത്ത കാരണമെന്നും വേറെ ചിലർ സഗുണനെന്നും അന്യന്മാർ നിർഗുണനെന്നും ഇതരന്മാർ കർത്താവെന്നും അപരന്മാർ അകർത്താവെന്നും യഥാരുചി ഇഷ്ടം പോലെ ധരിക്കുന്നത് പോലെ ഭാര്യമാരെന്നു കരുതിയിരിക്കുന്ന സ്ത്രീകളും ഭഗവാനെക്കുറിച്ച് ധരിച്ചിരിക്കുന്നുവെന്ന് സാരം. ഇതോടുകൂടി 11-ാം അധ്യായം സമർപ്പിക്കുന്നു.
സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഭാഷാ വ്യാഖ്യാനത്തോടുകൂടി നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാം. അടുത്ത സമ്പൂർണ്ണ പാരായണം കഴിഞ്ഞ് 12ാം അധ്യായത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. നീണാൾ കഴിഞ്ഞെത്തിയ കാന്തനെ തഥാ ദൂരം സമീക്ഷിച്ചുരു ഹൃഷ്ടചിത്തരായി ഇരിപ്പിൽ നിന്നൊക്കെ മറന്നുടൻ പിടഞ്ഞെണീറ്റു ലജ്ജാനതരാവ്രതസ്ഥകൾ. കണ്ണാൽ മനസ്സാലത മക്കളെ പുണർന്നിടുന്ന ഭാവത്തിലുമാത്മനാഥനെ പുണർന്നൊര പെൺമണികൾക്കു കണ്ണുനീരുറന്നു പാരം തടയാൻ ശ്രമിക്കിലും. വിയോഗയോഗിലും നവം നവം തോന്നുന്നതാർദൻ പദതാർ പ്രദക്ഷിണം ആർക്കൈവിടും ചഞ്ചലയായ ലക്ഷ്മിയും പിരിഞ്ഞിടാതുള്ള തദീയ പാദതാർ. വമ്പിച്ച സേനാബലമത്തരായി ധരാഭരങ്ങളായി തീർന്ന നൃപാലരാം വനം മിഥോ വിരോധാഗ്നിയെ വായു പോലെരിച്ചൊടുക്കി ശസ്ത്രങ്ങൾ തൊടാതെ ദാനവൻ സ്വമായയാൽ മർത്യഭൂവിൽ പിറന്നേവം ജഗന്മയൻ സ്ത്രീരത്നമധ്യസ്ഥനായി രമിച്ചാൻ സ്ത്രൈണനെന്ന പോൽ ആർദൻ ഗഭീരതമഭാവയുധം സുഹാസം നാണിച്ച നോക്കിയവയിൽ മോഹിതനായി സ്വചാപം കാമാരിയും ഹഹ വെടിഞ്ഞതവന്റെ ചിത്തം ഹാവാദിയാൽ കവരുവാനവർ ശക്തരാമോ. നിസ്സംഗനാം അവനെ ഈ അറിവില്ലാത്തതാം ജനം തന്മട്ടിൽ സംഖ്യയായി കാണുമോ. മർത്യനായി കർമ്മിയായുമേ ദേഹാഭിമാനി ജീവനു തദ്ഗുണങ്ങളോടെന്ന പോൽ ഉടലാളുകിലും ബന്ധമീശനില്ലതു തദ്ഗുണം. ക്ഷേത്രജ്ഞനെ അഹം ബുദ്ധിയുള്ളോർ പോലാവിമൂഢകൾ കൃഷ്ണനെ സ്ത്രൈണനായി നണ്ണി തന്മാനമറിയായികയാൽ. 11ാം അധ്യായം കഴിഞ്ഞു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.